സൺഡേ സ്കൂളിലും സഫയിലെ ആരാധനകളിലും പങ്കെടുക്കുവാൻ മടി കാണിക്കുന്ന ഒരു കുട്ടിയുടെ കഥ നമുക്കിവിടെ നോക്കാം. മോളെ ജസ്ലി, എഴുന്നേൽക്ക്. ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇന്ന് സഫയിൽ പോകണ്ടേ? ഉറങ്ങിയത് മതി, എഴുന്നേൽക്ക് മോളെ. ഞാൻ കുറച്ചു സമയം കൂടെ ഉറങ്ങട്ടെ. അവൾ കുറച്ചു സമയം കൂടെ ഉറങ്ങിക്കോട്ടെ, അല്പം കഴിഞ്ഞിട്ട് ഉണർത്താം. നിങ്ങളാ അവളെ ഇങ്ങനെ മടി പിടിപ്പിക്കുന്നത്. മോളെ ജസ്ലി, അമ്മ വിളിക്കുന്നത് കേട്ടില്ലേ? എഴുന്നേൽക്ക്. ഇപ്പൊ എഴുന്നേൽക്കാം പപ്പ. എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്ക്. ജസ്ലി, നീ പ്രാർത്ഥിച്ചുവോ? ഇല്ല അമ്മേ. എന്താ നീ പ്രാർത്ഥിക്കാത്തത്? ഒരു രാത്രി മുഴുവനും ദൈവം നിന്നെയും ഞങ്ങളെയും എല്ലാവരെയും കാത്തു സൂക്ഷിച്ചില്ലേ? അതിന് ദൈവത്തിന് നീ നന്ദി പറയണ്ടേ? എന്താ നീ പ്രാർത്ഥിക്കാത്തത്? ഞാൻ നാളെ പ്രാർത്ഥിക്കാം അമ്മേ. എന്നും നീ ഇങ്ങനെ തന്നെയാ പറയുന്നത്, എന്നാൽ ചെയ്യുന്നതുമില്ല. മോളെ ജസ്ലി, വേഗം ഒരുങ്ങിക്കോ. ഇന്ന് നേരത്തെ നമുക്ക് സഭയിൽ പോകണം. ഹോ, ഇന്നെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയല്ലോ, സന്തോഷം. എന്നും നേരത്തെ പോകാമെന്ന് പറയുമ്പോൾ ഓരോ തടസ്സം പറയുമായിരുന്നല്ലോ. ഇന്ന് എന്തു പറ്റി? ഇന്നൽപ്പം നേരത്തെ പോകാമെന്ന് തോന്നി. മോളെ ജസ്ലി, സൺഡേ സ്കൂൾ 8:30 ആരംഭിക്കും. നീ വേഗം ഒരുങ്ങിക്കോ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാ അമ്മേ. ജസ്ലി, വേഗം വാ. സമയം 8:15 8:30 മുൻപ് സഫയിൽ എത്തണം. അമ്മേ, എന്റെ സൺഡേ സ്കൂൾ നോട്ട്ബുക്ക് കാണുന്നില്ല. എന്താ, ബുക്ക് കാണുന്നില്ലേ? അതെങ്ങനെയാ? കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുവച്ച ബുക്കല്ലേ? പിന്നെ അതിന് തുറന്നുപോലെ നോക്കില്ലല്ലോ. അപ്പോൾ നീ വചനം പഠിച്ചില്ലേ? ഇല്ല, ഞാൻ സൺഡേ സ്കൂളിൽ വരുന്നില്ല. എന്നെ ടീച്ചർ വഴക്ക് പറയും. അല്ലെങ്കിലും നിനക്ക് സൺഡേ സ്കൂളിൽ പോകുവാനും ആരാധനയ്ക്ക് പോകുവാനും മടിയാണല്ലോ. അതിനിത് ഒരു കാരണമായി. മോളെ നീ വാ, ഞാൻ ടീച്ചറിനോട് സംസാരിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. മോളെ ജസ്ലി, നീ പ്രാർത്ഥിക്ക്. എനിക്ക് വയ്യ, അമ്മ പ്രാർത്ഥിക്കട്ടെ. അവൾക്ക് എല്ലാത്തിനും മടിയാ. ഞാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ഇതുവരെയും ഞങ്ങളെ കാത്തതിനായി നന്ദി. ഞങ്ങൾ പോകുന്ന യാത്രയിൽ എല്ലാം അങ്ങയുടെ കൃപ കൂടെ ഉണ്ടാകണമേ. അങ്ങയെ സത്യമായി ആരാധിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ. ജസ്ലി, എന്താ താമസിച്ചത്? എത്ര മണിക്കാ സൺഡേ സ്കൂൾ? 8:30 ടീച്ചർ. ഇപ്പോൾ സമയം എത്രയായി? 8:45. 15 മിനിറ്റ് വൈകിയാണ് ജസ്ലി വന്നത്. അടുത്ത ആഴ്ച ഇത് ആവർത്തിക്കരുത് കേട്ടോ. 8:30 മുൻപ് വരണം. വരാം ടീച്ചർ. ഇരുന്നോ. ഇനി ഓരോരുത്തരായിട്ട് വചനം പറയൂ. കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ജസ്ലി, നീ വചനം പറയൂ. ഞാൻ പഠിച്ചില്ല ടീച്ചർ. എന്താ പഠിക്കാത്തത്? അത് ടീച്ചർ, എനിക്ക് സ്കൂളിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, പരീക്ഷയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ സമയം കിട്ടിയില്ല ടീച്ചർ. ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും പരീക്ഷയ്ക്കുള്ളത് പഠിക്കുവാനും നിനക്ക് സമയം കിട്ടിയോ? ഒരു വചനം പഠിക്കാനാണോ നിനക്ക് സമയം കിട്ടാത്തത്? ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്ലിയുടെ പപ്പയെയും അമ്മയെയും എനിക്കൊന്ന് കാണണം. ശരി, കഴിഞ്ഞ ആഴ്ച ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ആർക്കെല്ലാം ഓർമ്മയുണ്ട്? കൈ ഉയർത്തുവിൻ. ആരൊക്കെ അത് മുടങ്ങാതെ ചെയ്തു? ജസ്ലിക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞയച്ചത്? ഓർമ്മയില്ല ടീച്ചർ. അപ്പോൾ ജസ്ലി അതൊന്നും ചെയ്തില്ല അല്ലേ? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനുമാണ് ഞാൻ പറഞ്ഞയച്ചത്. ജസ്ലി അത് ഒന്നും ചെയ്തില്ല അല്ലേ? അടുത്ത ആഴ്ച ഞാൻ ചെയ്യാം ടീച്ചർ. എന്തു പറഞ്ഞാലും അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇനി ചെയ്യണം കേട്ടോ. ശരി, അതവിടെ നിൽക്കട്ടെ.
കഴിഞ്ഞ ആഴ്ച ആരാധന നടന്നപ്പോൾ എത്ര പേർ നന്നായിട്ട് കണ്ണുകൾ അടച്ച് ആരാധിച്ചു? ഞാൻ കണ്ടു. ആരെല്ലാം കണ്ണു തുറന്നു എന്നും ആരെല്ലാം കണ്ണടച്ചു എന്നും. ഇന്ന് എല്ലാവരും കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ആരാധിക്കണം കേട്ടോ. ജസ്ലി, നീ 2-3 പ്രാവശ്യം പുറത്തു പോകുന്നത് കണ്ടല്ലോ. എവിടെ പോയതാ? അത് ടീച്ചർ, ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ. ഇപ്പോൾ വെള്ളം കുടി കുറച്ച് കൂടുന്നുണ്ട്. ആരാധനയിൽ ഇരിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് വെള്ളം കുടിക്കുന്ന പേരിൽ പുറത്തു പോകുന്നത്. ശരി, നമുക്ക് ഒരു വചനം പഠിക്കാം. സദൃശവാക്യം 8:17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കാണുന്നു. എല്ലാവർക്കും ചേർന്ന് പറയാം ഈ വചനം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കാണുന്നു. അപ്പോൾ ഒന്നാമതായി ആരെയാണ് നാം സ്നേഹിക്കേണ്ടത്? ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവവും എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തുകൊണ്ടാണ്? പറയൂ. ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ മടി കാണിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ അല്ലേ? ജസ്ലി, ഇനി നീ ദിവസവും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുമോ? അതോ മടി കാണിക്കുമോ? ഞാനിനി ചെയ്യും ടീച്ചർ. എനിക്കും ദൈവത്തിന്റെ സ്നേഹം വേണം. ആരാധനയിലും ഞാൻ മടിയില്ലാതെ ആരാധിക്കും. ആഹാ, നല്ല കുട്ടി. നീ നല്ല തീരുമാനം എടുത്തല്ലോ. എനിക്ക് സന്തോഷമായി. ഇവിടെ നിന്നും പുറത്തു പോകുമ്പോൾ ഈ തീരുമാനം മാറ്റരുത്. നമ്മുടെ ഏതു കാര്യത്തിലും 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. എന്നും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. അപ്പോൾ ദൈവത്തിന് മോളോട് നല്ല സ്നേഹമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി യേശുപ്പച്ച, ഹല്ലേലൂയ, സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് ഇന്നും സൺഡേ സ്കൂളായി കൂടി വരുവാനും സൺഡേ സ്കൂളിൽ വചനങ്ങൾ പഠിക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായി നന്ദി അപ്പച്ച. ഇന്ന് സൺഡേ സ്കൂളിൽ പങ്കെടുത്ത ഓരോ മക്കളെയും ദൈവമേ അങ്ങ് ആശീർവദിക്കണമേ. ഇന്ന് പഠിപ്പിച്ച വചനങ്ങൾ മക്കൾക്ക് പ്രയോജനമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. അവർ മുഖാന്തരം അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഇവർ ദൈവഭക്തിയിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലും തന്നെ വളർന്ന് ശോഭിപ്പാൻ അങ്ങ് സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ടീച്ചർ, ഇന്ന് ജസ്ലി വചനം പഠിച്ചില്ലായിരുന്നു. അവൾക്ക് എല്ലാത്തിനും മടിയാണ്. ഞാൻ അവളോട് സംസാരിച്ചിട്ടുണ്ട്. അവൾ പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട്. നിങ്ങൾ ഭവനത്തിലും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അവളുടെ മടി മാറും. അവൾ നല്ല കുട്ടിയായി മാറും. നിങ്ങൾ അവളെ പാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയി അവൾക്കായി പ്രാർത്ഥിപ്പിൻ. പാസ്റ്റർ അവൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കും. അവൾക്കത് മതിയാകും. അവളുടെ മടി മാറും. പ്രൈസ് ലോർഡ് ബ്രദർ, പ്രൈസ് ലോർഡ് സിസ്റ്റർ. ജസ്ലി, എന്താ വിശേഷം? ഒന്നുമില്ല പാസ്റ്റർ, ജസ്ലിക്ക് സൺഡേ സ്കൂളിൽ വരുവാനും ആരാധിക്കുവാനും ഭയങ്കര മടിയാണ്. ഇന്നും മടിയായിട്ടാണ് ചർച്ചിൽ വന്നത്. ആണോ ജസ്ലി? അവൾ നല്ല തീരുമാനം എടുത്തിരിക്കുകയാണ് പാസ്റ്റർ. ഇനി അവൾ മടിയില്ലാതെ സഭയിൽ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും അതിനുള്ള കൃപ വേണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പാസ്റ്റർ. പരിശുദ്ധ പിതാവേ, ഈ കുടുംബത്തെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. ജസ്ലിക്കും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ അങ്ങ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ തീരുമാനങ്ങളെല്ലാം അത് അതേപടി അനുസരിക്കുവാൻ, അത് ചെയ്യുവാനുള്ള കൃപയും പ്രിയമകൾക്ക് കൊടുക്കണമേ. നല്ല ജ്ഞാനത്തെയും പരിജ്ഞാനത്തെയും വിവേകത്തെയും കൊടുക്കണം. കുടുംബത്തിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരുവാൻ പൈതലിനങ്ങ് സഹായിക്കണമേ. കുടുംബവും മാതൃകയുള്ളൊരു കുടുംബമായി, അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമായി മാറുവാൻ തക്കവണ്ണം അങ്ങ് അനുഗ്രഹിക്കണം. മക്കളങ്ങ് അനുഗ്രഹത്തോടെ അയക്കണം. എല്ലാ നന്മകളും മക്കൾക്ക് നൽകണം. കാത്തുകൊള്ളണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ സ്കിറ്റിൽ കണ്ടതുപോലെ ആരാധനകളിലും തിരുവചന പഠനങ്ങളിലും ദൈവാലയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും മടിയില്ലാതെ പങ്കെടുക്കുവാൻ നമ്മുടെ കുട്ടികൾ നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
അതിനായി ദൈവം സഹായിക്കട്ടെ, കൃപ ചെയ്യട്ടെ.